എംബറർ എമ്മാനുവൽ എന്ന കൾട്ട് ഗ്രൂപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ. ക്രമസമാധാന വിഷയം മുൻനിർത്തി സർക്കാർ യുക്തമായി വിഷയത്തിൽ ഇടപെടേണ്ടത് ആവശ്യമാണെന്നും ജാഗ്രതാ കമ്മീഷൻ. എംബറർ എമ്മാനുവൽ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളോ പ്രചാരണങ്ങളോ രീതികളോ ഔദ്യോഗിക ക്രൈസ്തവ സഭകളുമായി ബന്ധമുള്ളവയല്ലെന്നും KCBC. ലോകാവസാനം സമീപിച്ചിരിക്കുന്നുവെന്ന ആശയം പ്രചരിപ്പിച്ചുകൊണ്ട് വിവിധ രീതികളിലുള്ള മുതലെടുപ്പുകൾ നടത്തുന്ന പ്രസ്ഥാനങ്ങൾ കേരളത്തിലുൾപ്പെടെ ചരിത്രത്തിൽ പലതുണ്ടായിട്ടുണ്ട്. 2000 ആരംഭിച്ച് ഇപ്പോൾ സാമൂഹിക ക്രമസമാധാന പ്രശ്നങ്ങൾ കൊണ്ട് വാർത്തകളിൽ ഇടം നേടിയ എംബറർ എമ്മാനുവൽ അഥവാ സിയോൻ എന്ന ഇരിഞ്ഞാലക്കുട മൂര്യാട് കേന്ദ്രീകരിച്ചുള്ള പ്രസ്ഥാനം ഡോംസ്റ്റേ കൾട്ട് ഗ്രൂപ്പുകൾക്ക് മികച്ച ഒരു ഉദാഹരണമാണെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ വ്യക്തമാക്കുന്നു. ആരംഭഘട്ടം മുതൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ കേരള കത്തോലിക്ക സഭാ നേതൃത്വം വിശ്വാസികൾക്ക് നൽകുകയുണ്ടായിരുന്നു. ഇത്തരം പ്രസ്ഥാനങ്ങളും അവയുടെ അബദ്ധ പ്രബോധനങ്ങളുമായി ബന്ധപ്പെട്ട് 2009 സെപ്റ്റംബർ മാസം ദേവാലയങ്ങളിൽ വായിക്കുവാനായി ഒരു ഇടയലേഖനം നൽകപ്പെടുകയുണ്ടായി. കൂടാതെ ഇരിഞ്ഞാലക്കുട രൂപതയും സീറോ മലബാർ സഭ നേതൃത്വവും പലപ്പോഴായി ഈ വിഷയത്തിൽ പ്രതികരണങ്ങളും ഇടപെടലുകളും നടത്തുകയും എംബറർ എമ്മാനുവൽ പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ നിന്ന് വിശ്വാസികളെ തടയുകയും ചെയ്തിട്ടുണ്ടെന്നും KCBC ജാഗ്രതാ കമ്മീഷന്റെ കുറിപ്പിൽ പറയുന്നു. ഇരട്ടയാറിലെ ഒരു വിദ്യാലയത്തിൽ ചിത്രകലാ അധ്യാപകനായിരുന്ന റോയ് ജോസഫ് എന്ന വ്യക്തിയാണ് ജോസഫ് പൊന്നാറ എന്ന പേരിൽ അറിയപ്പെടുന്ന എംബറർ എമ്മാനുവൽ എന്ന കൾട്ട് ഗ്രൂപ്പിന്റെ ആരംഭകൻ. തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സമാന ആശയക്കാരായ ചിലരുമായുള്ള ബന്ധം വഴിയാണ് എംബറർ എമ്മാനുവൽ എന്ന ആശയം ജോസഫ് പൊന്നാറ വിപുലീകരിച്ചെടുത്തത്. 2000 മുതൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പൊന്നാറ 2005ഓടെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്തുള്ള മൂര്യാട് എന്ന സ്ഥലത്തേക്ക് താമസം മാറിയതോടെ പ്രവർത്തന കേന്ദ്രം അതായി മാറി. 2000 തൊടുപുഴയിൽ ആരംഭിച്ച ആദ്യ സെന്ററിന്റെ പേര് എംബസി ഓഫ് എംബറർ എമ്മാനുവൽ എന്നായിരുന്നുവെങ്കിൽ മൂര്യാടെത്തിയപ്പോൾ അത് സിയോനായി മാറി. മലയാള ഭാഷയിൽ പ്രസംഗപാഠവും ഉണ്ടായിരുന്നു എന്നതൊഴികെ ഏതെങ്കിലും വിധത്തിലുള്ള പരിശീലനങ്ങൾ ജോസഫ് പൊന്നാറയ്ക്ക് ലഭിച്ചിരുന്നില്ല. ചില ബൈബിൾ ഭാഗങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത് സൃഷ്ടിച്ച വാദഗതികൾ മാത്രമാണ് പൊന്നാറയും സഹകാരികളും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അത്തരം ആശയങ്ങളിൽ ഒന്നുപോലും കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളോട് യോജിക്കുന്നവയല്ല. ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസ സമൂഹത്തിന് വ്യക്തത ലഭിച്ചിട്ടുണ്ടെങ്കിലും ജീവിതം പാതിവഴിയിൽ മുരടിച്ചുപോയ അനേകം യുവജനങ്ങളുടെ വിഷയവും പുറത്തുപോയെന്ന ഒറ്റ കാരണത്താൽ അനേകർ ഭീഷണി നേരിടുന്നതും ഒരു ദേശത്തിന് ഈ സംഘം ഭീഷണിയായിരിക്കുന്നതും ഗൗരവമേറിയ വാസ്തവങ്ങളാണെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ പ്രത്യേകം പറയുന്നു. 2012 ലോകം അവസാനിക്കുമെന്ന പ്രചാരണമായിരുന്നു പ്രധാനം. സ്വർഗത്തിലാകെയുള്ള 1,44,000 സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതുണ്ട്. ആ സീറ്റുകൾ മൂര്യാട് പണിയപ്പെടുന്ന പെട്ടക രൂപത്തിലുള്ള കെട്ടിടത്തിലുള്ളവയാണ് എന്നിങ്ങനെയുള്ള ബാലിശമായ വാക്കുകളിൽ കുടുങ്ങിയ അനേകർ ചോദിച്ചതും അതിലേറെയും പണം പൊന്നാർക്ക് നൽകുകയും മൂര്യാടെത്തി കുടുംബസമേതം താമസമുറപ്പിക്കുകയും ചെയ്തു. സീറ്റിന് 1 ലക്ഷം നൽകിയതിനു പുറമെ ഉള്ള സ്വത്ത് മുഴുവൻ വിറ്റ് പണമാക്കി സിയോന് സംഭാവന നൽകിയവരും അനേകരുണ്ട്. ലോകാവസാനം സമീപിച്ചിരിക്കുന്നതിനാൽ സിയോനിലെ അംഗങ്ങൾക്ക് വിവാഹം നിഷിദ്ധമായിരുന്നു. നിരവധി യുവതി-യുവാക്കൾ അത്തരത്തിൽ വിവാഹം ഉപേക്ഷിച്ച് സിയോനിലെ ശുശ്രൂഷകളുമായി അവിടെ വന്നുകൂടി. ഒട്ടേറെ കുട്ടികളുടെ വിദ്യാഭ്യാസം പാതിവഴിക്ക് ഉപേക്ഷിക്കപ്പെട്ടു. വിദേശത്തെ ഉയർന്ന ജോലി ഉപേക്ഷിച്ചു പോലും അവിടെ എത്തിച്ചേർന്നവരുണ്ട്. 2012 ലോകാവസാനം സംഭവിക്കാതിരുന്നതാണ് ജോസഫ് പൊന്നാറയുടെ പദ്ധതികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാൻ ആദ്യത്തെ കാരണമായത്. പുതിയൊരു രക്ഷകൻ സിയോനിൽ ജനിക്കുമെന്ന മറ്റൊരു പ്രവചനവും വ്രതാവിലായി. ജനിച്ചത് പെൺകുട്ടിയായിരുന്നു എന്നുള്ളതാണ് അന്ന് സംഭവിച്ചത്. എന്നാൽ ജനിച്ചത് ക്രിസ്തുവിന്റെ മാതാവായ മറിയമാണ് എന്ന രീതിയിൽ വാദഗതികൾ മാറി. തനിക്ക് മരണമില്ല, ഉടലോടെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അവകാശപ്പെട്ടിരുന്ന ജോസഫ് പൊന്നാറ 2017 രോഗബാധിതനായി മരണപ്പെട്ടതും പ്രസ്ഥാനത്തിന് തിരിച്ചടിയായെന്നും KCBC ജാഗ്രതാ കമ്മീഷന്റെ പോസ്റ്റിൽ പറയുന്നു. ലോകാവസാനമെന്ന ആദ്യ പ്രവചനവും തുടർ പ്രവചനങ്ങളും ഫലിക്കാതെ വന്നപ്പോഴും പിന്നീട് പലപ്പോഴായി ചിലർ വാസ്തവം മനസ്സിലാക്കി സംഘത്തിൽ നിന്ന് അകന്നു തുടങ്ങി. ഒരിക്കൽ ഒപ്പമുണ്ടാവുകയും പിന്നീട് വിട്ടുപോവുകയും ചെയ്തവരെയും വാസ്തവങ്ങൾ മനസ്സിലാക്കി തുറന്നു പറയുന്നവരെയും കായികമായും കെണികളൊരുക്കുകയും നിശബ്ദരാക്കാൻ ശ്രമിച്ച അനുഭവങ്ങൾ ഒട്ടേറെയുണ്ട്. സാമ്പത്തിക തട്ടിപ്പുകൾ, ആക്രമണങ്ങൾ, കൊലപാതക ശ്രമങ്ങൾ, കള്ളക്കേസുകളിൽ കൊടുക്കുവാനുള്ള ശ്രമങ്ങൾ എന്നിങ്ങനെയായി ഒട്ടേറെ കേസുകൾ എംബറർ എമ്മാനുവൽ അംഗങ്ങളായ പലരുടെയും പേരിൽ നിലവിലുണ്ട്. ഒറ്റപ്പെട്ട രീതിയിൽ ആസൂത്രണം ചെയ്തു വന്നിരുന്ന അത്തരം പദ്ധതികൾ ആൾക്കൂട്ട ആക്രമണത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. അടിസ്ഥാനരഹിതമായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുമ്പ് അംഗമായിരുന്ന ഒരു വ്യക്തിയെയും കുടുംബത്തെയും പലപ്പോഴായി ആക്രമിച്ചതിന്റെ പേരിൽ സ്ത്രീകൾ ഉൾപ്പെടെ ഇപ്പോൾ റിമാൻഡിലാണ്. ഇത്തരം വിവിധ കാരണങ്ങളാൽ പ്രദേശവാസികൾ ഉൾപ്പെടെ അനേകർ സിയോനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെന്നും KCBC ജാഗ്രതാ കമ്മീഷൻ വ്യക്തമാക്കി. ഷെക്കേന ന്യൂസ്, കൊച്ചി.